ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ശ്രുതി പറയുകയാണ്, നിങ്ങളുടെ മോന് ഒരു കഴിവുമില്ല, കഴിവ് കെട്ടവനാണ്, നിങ്ങളാണ് അവനെ വഷളാക്കിയത്. ശ്രുതിക്ക് അല്ലെങ്കിലും നിങ്ങൾ എന്ത് നേടിക്കൊടുത്തെന്നാണ് പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലും ശ്രുതിക്ക് നേടിക്കൊടുത്തിട്ടുണ്ടോ? ഒരു മണ്ണാങ്കട്ടി നിങ്ങൾ ശ്രുതിക്ക് നേടിക്കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ അപമാനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അതൊട്ടും സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സച്ചിൻ രേവതിയൊക്കെ ആണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശ്രുതിക്ക് അത്രയും ധൈര്യമുണ്ട് പറയാനായിട്ട് എന്നൊക്കെയാണ് ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചന്ദ്ര കാര്യം പറഞ്ഞു, നീ എന്താടി പറഞ്ഞത്? എൻ്റെ മോനെ വഷളാക്കിയത് ഞാനാണെന്നോ? ഞാൻ എൻ്റെ മോന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നാണോ അവിടെ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് തോട്ടങ്ങി വീണ്ടും പട്ടാന്ന് പറഞ്ഞ് കരടം നോക്കി മോത്തോട്ടൊക്കെ നല്ല അടിക്കുകയാണ്. രവി ഇതെല്ലാം കണ്ട് സഹിച്ച് ക്ഷമിച്ചൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വീണ്ടും ചന്ദ്ര പറയുന്നത്, എന്നെക്കുറിച്ച് പറയാനായിട്ട് നിനക്ക് എന്ത് അധികാരമുള്ള? ഈ ചന്ദ്രയുടെ മുഖത്ത് നോക്കി നിനക്ക് അങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും അടിക്കുക. അപ്പോൾ രവി വന്നിട്ട്, ചന്ദ്രേ നിർത്തി, ചന്ദ്രേ നീ എന്താ കാണിച്ചു കൊടുക്കുന്നത്? ശ്രുതിയെ നീ എന്തിനാണ് ഇങ്ങനെ പിടിച്ച് തല്ലുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അതിലേക്ക് കയറി നമ്മുടെ സച്ചി ഇടപെടുകയാണ്. അച്ഛൻ എന്തിനാച്ചാ പറയുന്നത്? ജഡ്ജി അമ്മയുടെ ആ നാടകം കളി കണ്ടില്ലേ? ദേ മകൻ അങ്ങനെ തെറ്റ് ചെയ്ത് അനങ്ങാപ്പാറ പോലെ നിൽക്കുന്നു, എന്നിട്ട് പൗഡറേട്ടത്തിയെ പിടിച്ചാണ് തല്ലലും പിടിക്കലും ഒക്കെ ചെയ്യുന്നത്. ഇത് ഇവരുടെ വെറും നാടകമാണ് അച്ഛാ, നാടകം. സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന നാടകമാണ് ഈ ചെയ്യുന്നത് മുഴുവനും. രണ്ടുപേരും കൂടിയാണ് തെറ്റ് ചെയ്തത്, എന്നിട്ട് പൗഡറേട്ടത്തിയെ മാത്രം ഇവർ തല്ലുന്നു. സ്വന്തം മകനിട്ട് ഒരടി പോലും ഇവർ കൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും വർഷ പറയാണ്, അതെ, ആ പറഞ്ഞ സച്ചിയേട്ടൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഈ ആൻറ്റി നാടകം കളിക്കുക, സ്വന്തം മകൻ ഇത്ര തെറ്റ് ചെയ്തിട്ട് പോലും ഒന്നും അറിയാത്ത രീതിയിൽ, ഒന്നും നടക്കാത്ത രീതിയിൽ ശ്രുതി ചേച്ചിയെ മാത്രമാണ് തല്ലിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ, രവിയേട്ടാ ഇവള് പറഞ്ഞത് കേട്ടില്ലേ? എനിക്കൊരു കഴിവുമില്ല, ഞാൻ മകനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് എന്നൊക്കെയല്ലേ അവൾ പറഞ്ഞു വിടുന്നത്. ശ്രുതി എന്താ പറഞ്ഞത്? ഇവള് പറഞ്ഞിട്ടാണ് ശ്രുതി അങ്ങനെയെല്ലാം ചെയ്തതെന്ന്. അപ്പോൾ എന്ത് വേണം രവിയേട്ട ചെയ്യാനായിട്ട്? ഇവള് പറഞ്ഞത് കൊണ്ടല്ലേ അവൻ ആ കള്ളത്തരം ചെയ്തത്, അല്ലെങ്കിൽ അവൻ ചെയ്യുമായിരുന്നോ? ഒരിക്കലും ചെയ്യില്ലായിരുന്നു. എൻ്റെ മകൻ്റെ മനസ്സ് മാറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇവളാണ് മുൻകൈയെടുത്ത് ഇറങ്ങിയത്. അപ്പം ഇവൾക്കിട്ട് വേണ്ട കൊടുക്കാനായിട്ട്. എടീ, ഈ ചന്ദ്രയെക്കുറിച്ച് നിനക്ക് അറിയില്ല. നിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിലേ അത് നിന്റെ കയ്യിൽ വെച്ചാൽ മതി. നിന്റെ അച്ഛനിപ്പോൾ ജയിലിലാണെന്നല്ലേ പറഞ്ഞത്? എങ്ങനെ അയാൾ ജയിലിലാകാതിരിക്കും? കാരണം ഇതേപോലുള്ള കള്ളത്തരങ്ങൾ ചെയ്തായിരിക്കും നിന്റെ അച്ഛൻ പണം ഉണ്ടാക്കിയത്. അതുകൊണ്ടായിരിക്കുള്ളൂ ജയിലിൽ പോയി കിടന്നത്. പിന്നെ എങ്ങനെയാണ് നീയൊക്കെ നന്നാകുന്നത്? കള്ളത്തരങ്ങൾ പറഞ്ഞ് മാത്രം ജീവിക്കുന്നവള്. എടി, നിന്നെയൊക്കെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ്, പക്ഷേ ഇപ്പോൾ നിന്റെ തനി സ്വഭാവം ശരിക്കും ഞാൻ മനസ്സിലാക്കിയടി. നീയൊക്കെ ഒരിക്കലും നന്നാവാനായിട്ട് പോകുന്നില്ലടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിലടി ഭയങ്കര ഇതിൽ പറയാം, ഇനിയും എന്നെക്കുറിച്ച് അതിൽ പറഞ്ഞാൽ നിന്റെ കാരണം നോക്കി ഞാൻ നല്ല അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്കിട്ട് വീണ്ടും അടിക്കണം. അപ്പോൾ ശ്രുതി പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മകന് 7 ഡിഗ്രി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു വിവരമില്ല, ബുദ്ധിയില്ല, വെറും കഴിവ് കെട്ടവൻ. അങ്ങനെ ശ്രുതി ഇങ്ങനെ കഴിവ് കെട്ടവൻ കഴിയണമെന്ന് പറയുമ്പോൾ ശ്രുതിക്കും അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതിയാണെങ്കിൽ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണം, ഇവിടെ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചിന്തിച്ചാൽ നിൽക്കുന്നത്. വീണ്ടും നീ പറയുന്നോടി അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പിടിച്ച് അടിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നിടത്ത് നമ്മുടെ രവി പിടിച്ച് മാറിയാണ്. ശ്രുതി നീ അകത്തേക്ക് കയറിപ്പോടി ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് രവി. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പിന്നീടൊന്നും നോക്കാതെ അകത്തേക്ക് കയറി പോവാണ്. അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര നിൽക്കുന്ന ഭ്രാന്ത് പിടിച്ചോ? നീ അവനിട്ട് ഒരടിയെങ്കിലും കൊടുത്തോ? ഇല്ലല്ലോ, അവനും തെറ്റ് ചെയ്തല്ലേ. അവൻ ഈ പണം മോഷ്ടിച്ചിട്ട് പോയല്ലേ. അവൻ എത്രമാത്രം തെറ്റുകൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും അടി നീ അവനിട്ട് കൊടുത്തോ? ഒന്ന് ശകാരിക്കുക പോലും ചെയ്തില്ല. എന്നിട്ട് ഇപ്പോൾ അവൾക്ക് മാത്രം കുറ്റമായി പോയോ എന്ന് ചോദിക്കുകയാണ്. അവൾ പറഞ്ഞിട്ടാണ് എൻ്റെ മോൻ ഇങ്ങനൊരു കാര്യം ചെയ്തത്. എൻ്റെ മോൻ്റെ പിന്നിലെ 7 ഡിഗ്രി ഉണ്ട്, അവൾക്ക് അത് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിലും വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഞാൻ ഏതായാലും അവളുടെ അടുത്തേക്കോട്ട് പോട്ടെ, ശ്രുതിയുടെ അടുത്തേക്ക്. അവൾ വിഷമിച്ചിരിക്കുകയായിരിക്കും. ഇത് കേട്ട ചന്ദ്രയ്ക്ക് കാലി വന്നിട്ട്, നിൽക്കടവിടെ, നീ എങ്ങോട്ടാണ് പോകുന്നത്? അത് ശ്രുതിയുടെ അടുത്തേക്ക്. ശ്രുതിയുടെ അടുത്തേക്കോ? മിണ്ടി പോകരുത്, അവിടെ ഇരിക്കണം, അവളവിടെ ഇരുന്നോട്ടെ. ഇത് കഴിയുമ്പോഴേക്കും, അയ്യോ അമ്മേ, അവൾക്ക് ഭയങ്കര സങ്കടമായി കാണും അമ്മേ, ഞാൻ അവളെ പോയി ഒന്ന് ആശ്വസിപ്പിക്കട്ടെ. ഒരക്ഷരം പോലും അവളോട് മിണ്ടി പോകരുത് നീയ.
അവൾ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഇനി അവളെ ആശ്വസിപ്പിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നു. ദേ ഒരിക്കൽ പോലും അവളുടെ മുന്നിലേക്ക് നീ പോകരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോഴേക്കും രവി പറയണം, നീ എന്തിനാ അമ്മനെ തടഞ്ഞു നിർത്തുന്നത്? ശ്രുതിയെ ആശ്വസിപ്പിക്കട്ടെ, നീ പോയി ആശ്വസിപ്പിക്കടാ എന്ന് പറയണം. അച്ഛാ ഞാൻ പോയി ആശ്വസിപ്പിക്കട്ടെ. അപ്പോഴേക്ക് ചന്ദ്ര വീണ്ടും പിടിച്ചു നിർത്തുകയാണ്. വേണ്ട, അവൻ ആരെയും പോയി ഒരാശ്വസിപ്പിക്കലും വേണ്ട, ഇവരിവിടെ ഇരുന്നാൽ മതി. അവൾ അത്രയും തെറ്റുകളാണ് ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ നാടകം കളി നല്ല ഗംഭീരം, മകന് വേണ്ടി ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ, മകനെ ഇപ്പോഴും വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നൊക്കെ ഇവിടെ പറയുകയാണ് സച്ചി. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ അവസാനിച്ചു. അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് സച്ചി വന്നിട്ട് പറയുകയാണ്, എന്നാലും ഭയങ്കര ഇതായി പോയിട്ടോ. അമ്മയെ ഇത്രയും കലിയോട് ഞാൻ കണ്ടിട്ടില്ല. പൗഡർ ഇടത്തി അങ്ങോട്ട് തലയിലേറ്റി വെച്ചിരിക്കുകയായിരുന്നില്ലേ അമ്മ? പക്ഷെ അമ്മയുടെ ഇന്നത്തെ ദേഷ്യം കണ്ടില്ലായിരുന്നു രേവതി. നല്ല പാട്ട അടിയല്ലേ കൊടുത്തത്. അവള് താനീ പക്ക ഫ്രോഡാണെന്ന് രേവതി ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ? ഇപ്പം അത് ശരിക്കും മനസ്സിലായില്ലേ പക്ക ഫ്രോഡാണെന്ന്? അവള് ഫ്രോഡാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു സച്ചിയേട്ടാ. പക്ഷേ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചില്ല സച്ചിയേട്ടാ. അവൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ആരോടൊരു അക്ഷരം പോലും മിണ്ടാതെ ആ പൈസ വെച്ച് ഷോറൂം തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് അവൾ പറഞ്ഞതെന്താ? അവളുടെ അച്ഛൻ കൊടുത്ത പണമാണ് പോലും. മഹാകള്ളി, അവൾ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്? അതേ രേവതി, അവളേന്നേ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ പറയാണ്. ഏതായാലും ദൈവഭാഗ്യത്തിനാ ആ നീലിമയെ കണ്ടുമുട്ടിയത്. ദൈവമായിട്ടാണ് നീലിമയെ സച്ചിൻ്റെ വണ്ടിയിൽ കയറ്റിയത്. ദൈവമാണോ ബാക്കി എന്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നീലിമ എൻ്റെ വണ്ടി കയറിയത് കൊണ്ടാണല്ലോ ഈ സത്യങ്ങളെല്ലാം പുറത്തു വന്നത്. സച്ചേട്ടാ, ഒരു പക്ഷേ നീലിമയെ കണ്ടു മുട്ടിയില്ലായിരുന്നെങ്കിലേ ഈ പൗഡർ ഇട്ടെത്തി അമ്മയോട് സത്യങ്ങളെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ സത്യം പുറത്തു വരാൻ പോകുന്നില്ല. കാരണം മകനെ രക്ഷിക്കാൻ വേണ്ടി അമ്മ മുന്നിട്ടിറങ്ങി നിൽക്കും. രേവതി ആ കാര്യം പറഞ്ഞ സത്യം തന്നെയാ. അവന് വേണ്ടി ഏത് പ്രവൃത്തിയും ചെയ്യും ഈ അമ്മയെന്ന് പറഞ്ഞ ആള് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എൻ്റെ ദൈവമേ, അപ്പോഴേക്കും വർഷ വരികയാണ്. രേവതി ചേച്ചി എന്ന് പറിച്ചുകൊണ്ട്, വർഷ നീ വന്നോ? എന്നാലും എൻ്റെ ചേച്ചേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങിയ പൗഡർ ഇടത്തി എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനൊന്നും നോക്കിയൊന്നുമില്ല. എന്നാൽ ഇവരെന്ത് മഹാ ഫ്രോഡാണ്, എന്തെല്ലാം കള്ളത്തരങ്ങളാണ് അവർ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഇനി എന്തെല്ലാം കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടാവോ? അതൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെ മനസ്സിലാകാനാ? ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ചെയ്തുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ചായ എടുത്തുകൊണ്ട് വർഷയ്ക്കും ശ്രീകാന്തിനും കൊടുക്കുകയാണ്. എന്നാലും ശ്രീകാന്തേ, ഇത് വല്ലാത്തൊരു സംഭവമായി പോയി. അതേ സച്ചിയേട്ടാ, ഇത് വല്ലാത്തൊരു സംഭവമായി പോയി. ഇവരിങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ഞാൻ വിചാരിച്ചു പോലും ഇല്ല കേട്ടോ സച്ചിയേട്ടാ. അപ്പോഴേക്കും ശ്രുതി മേളിൽ നിന്ന് ബാൽക്കണിൽ നിന്നെല്ലാം കേൾക്കാണ്. എന്നാലും അവൻ എന്തൊരു മണ്ടനാണ്. അല്ല, അവന് ശരിക്കും പറഞ്ഞാൽ ഞാൻ പൗഡർ എടുത്ത് പറഞ്ഞ സത്യം തന്നെ, അവനൊരു കഴിവ് കെട്ടവൻ തന്നെയാണ്. കാരണം ഭാര്യയെ അമ്മായിയമ്മ പിടിച്ച് ഇങ്ങനെ പൊതിരെ തല്ലുന്നു. എന്നിട്ട് ഇവനൊന്നും അറിയാത്ത രീതിയിൽ ഭാര്യയെ തല്ലുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരക്ഷരം പോലും മിണ്ടാനായിട്ട് അവൻ തയ്യാറായില്ല. ഇവനെയൊക്കെ എന്ത് ചെയ്യണം? ആ പൗഡർ ഇടത്തി കുറേ അടി കൊണ്ടത് മിച്ചം. പിന്നെ പൗഡർ ഇടത്തി കുറേ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞല്ലോ. അവനൊരു കഴിവ് കേട്ടവനാണ്, ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, മന്ദബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അത് സത്യം തന്നെയാ. ഇപ്പോഴെങ്കിലും അവർക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. എന്നാലും അമ്മയെ ഭയങ്കര തന്നെ, മകനെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ പെർഫോമൻസ് ആണ് ചെയ്ത് കൂട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കുന്നത് ശ്രുതി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. ശ്രുതി ആണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നിൽക്കുകയാണ്. ഈ ചന്ദ്ര ശ്രുതിയെ പിടിച്ച് പൊതിരെ തല്ലുന്ന ആ രംഗമാണ് ശ്രുതിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നുകൂടി വരുന്നത്. അപ്പോൾ ശ്രുതി ചെല്ലുകയാണ് ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട്. വേണ്ട, എൻ്റെ അടുത്ത് വരണ്ട, നീ മിണ്ടി പോകരുത്. ശ്രുതി, എന്താ ശ്രുതി ഇത്? നിന്റെ അമ്മ എന്നെ അത്രയ്ക്കും തല്ലിയിട്ട് പോലും ഒരു അക്ഷരം പോലും മിണ്ടാതെ നീ മാറി നോക്കി നിന്നില്ലേ? നിന്നൊക്കെ എന്താ ചെയ്യേണ്ടത്? അപ്പം നീ പറഞ്ഞതോ? നീ എന്തിനാ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാനൊരു കഴിവ് കെട്ടവനാണ്, ഒന്നിനും കൊള്ളൂല എന്നെ, ഞാൻ വെറുതെ പോങ്ങനാണ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിനക്ക് 7 ഡിഗ്രി ഇല്ല എന്നൊക്കെയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ പറഞ്ഞാലും അതിനൊരു അർത്ഥമുണ്ട്
സച്ചിയും രേവതിയുടെയൊക്കെ മുന്നിൽ ഞാനാകെ നാണം കെട്ടൊരു അവസ്ഥയിലായി പോയില്ലേ? അവരുടെ മുന്നിൽ ഞാൻ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ? നീ എന്തിനാ ശ്രുതി അങ്ങനെയൊക്കെ പറഞ്ഞത്? കണ്ടോ, ഇപ്പോഴും എന്നെക്കുറിച്ച് പറഞ്ഞതല്ല നീ ചിന്തിക്കുന്നത്, എന്നെ അടിച്ചതല്ല നീ ചിന്തിക്കുന്നത്. നിനക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു കാര്യം കാണിച്ചത്. 50 ലക്ഷം രൂപ കിട്ടി, നിനക്കൊരു ഷോറൂം ഇടുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിലോ നീ ഇപ്പോഴും ഏതെങ്കിലും പാർക്കിൽ പോയി തേരാപ്പാരം നടന്ന് അവിടെ കിടന്ന് ഉറങ്ങി തിന്നു മുടിച്ചിട്ട് വന്നാനായിരുന്നു. അതല്ലേ സംഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ. പക്ഷേ നിനക്ക് ഞാനൊരു ഷോറൂം ഇട്ട് തന്നില്ലേ, എന്നിട്ട് നീ എന്നെ അവിടെ പാര വെച്ചു അല്ലേ സുധി? ഇത് കേട്ടപ്പോഴേക്കും ആ ഒരു പ്ലാൻ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. നിന്റെ മനസ്സിലെ പ്ലാൻ നിന്റെ മനസ്സിലേ ഇരിക്കുള്ളൂ, അതൊന്നും നടപ്പിലാവില്ല. അതൊക്കെ നടപ്പിലാവാനായിട്ട് ഞാൻ വേണം. ഇപ്പം എല്ലാവരുടെ മുന്നിൽ ഞാൻ കുറ്റക്കാരിയായി. ആൻറ്റി എന്നെ എന്തോരം മാത്രം തല്ലി, എന്തൊക്കെ അനാവശ്യങ്ങളാണ് ആൻറ്റി പറഞ്ഞത്. എന്നിട്ട് നീ ഒരു അക്ഷരം പോലും മിണ്ടിയോ? അപ്പം ശ്രുതി നീ പറഞ്ഞതോ, നീ അമ്മയെക്കുറിച്ച് അമ്മയോട് എന്നെക്കുറിച്ച് എന്തെല്ലാം അനാവശ്യങ്ങളാണ് പറഞ്ഞു കൂട്ടിയത്. കണ്ടോ, ഇപ്പം പോലും നീ എന്നോടൊരു സോറി എന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല. നിനക്ക് ഏറ്റ അപമാനത്തെക്കുറിച്ച് മാത്രമാണ് നീ ചിന്തിക്കുന്നത്. നിന്നെനിക്ക് മനസ്സിലായി ശരിക്കും സുധി. നീയേ ആരെയും സ്നേഹിക്കുന്നില്ല, നീ നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്. നീ സ്വാർത്ഥനാണ്. നിന്റെ കാര്യം മാത്രം നീ ചിന്തിക്കുള്ളൂ. ബാക്കിയുള്ളവർ എങ്ങനെ ഫീൽ ചെയ്യുന്നോ ഒന്നും നീ ചിന്തിക്കുന്നില്ല. നീ എന്നെ ഒട്ടും സ്നേഹിക്കുന്നില്ല ശ്രുതി. അങ്ങനെ പറയില്ല ശ്രുതി, വേണ്ട. ഇനി എൻ്റെ അടുത്ത് വരണ്ട, ഒരക്ഷരം പോലും മിണ്ടണ്ട നീ എൻ്റെ അടുത്ത്. നീ കാരണം എനിക്ക് ഇങ്ങനെ അപമാനം സഹിച്ച് നിൽക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഒറ്റ പോക്ക. ശ്രുതി ഇതെല്ലാം കേട്ട് ആകെ സ്തംഭിച്ച് നിൽക്കാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക് യു. സീ ഗെറ്റ് ബൈ.